ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, തിരുസഭയില് ഒരുപാട് വിശുദ്ധാത്മാക്കൾ ഉണ്ടെങ്കിലും, ഒരുപാട് വിശുദ്ധരുണ്ടെങ്കിലും, പരിശുദ്ധ അമ്മയുടെ സന്നദ്ധിയിൽ മധ്യസ്ഥം തേടുന്ന, അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. മറ്റ് ഏത് വിശുദ്ധരേക്കാൾ അധികമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നദ്ധിയിൽ വന്ന് മധ്യസ്ഥം തേടുന്ന, യാചിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപേക്ഷിച്ചാൽ ആര്? അമ്മ. ഹല്ലേലൂയ. വലതുകരമുയർത്തി 3 ഹല്ലേലൂയയും കൂടെ പറയാം നമുക്ക്. അടുത്തിരിക്കുന്നയാളോടും പറഞ്ഞ ഒരു ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളില് കൊന്ത അല്ലെങ്കിൽ വെന്തിഞ്ഞം, ഉത്തിരിയം ഉള്ളവരൊന്ന് വലതുകരമുയർത്താമോ? കൊന്തയുള്ളവര്, വെന്തിഞ്ഞോ കൊന്തയോ എന്ന് കരങ്ങൾ ഉയർത്തി കരമൊന്ന് വീശി കാണിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെന്താണ് നമ്മളെല്ലാവരും കൊന്ത അല്ലെങ്കിൽ വെന്തിഞ്ഞം ധരിക്കാനായിട്ടുള്ള കാരണമെന്താണ്? അമ്മയുടെ ഒരു സംരക്ഷണം, അല്ലെ? അമ്മ എനിക്ക് സംരക്ഷണം നൽകും. ജപമാല കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെന്തിഞ്ഞം ഒത്തിരിയും കയ്യിലുണ്ടെങ്കിൽ, ഒരമ്മയുടെ സംരക്ഷണം, പരിപാലന നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ഉത്തിരിയം ധരിക്കുമ്പോൾ, ജപമാല ധരിക്കുമ്പോൾ അമ്മയുടെ ഒരു പ്രത്യേക പരിപാലന സംരക്ഷണം നമുക്ക് ലഭിക്കും. ഞാൻ എന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്ന ഒരു സഹോദരൻ അദ്ദേഹം ഷെയർ ചെയ്ത, പങ്കുവെച്ച ഒരു സംഭവം ഞാൻ പറയാം. ഒരു നല്ല ക്രൈസ്തവ കുടുംബം, പ്രാർത്ഥനയൊക്കെയുണ്ട്. പക്ഷേ കുറച്ചു നാളായിട്ട് ആ കുടുംബത്തിലെ കുടുംബനാഥൻ ഈ കുടുംബ പ്രാർത്ഥനയിൽ നിന്നൊക്കെ മാറി മന്ത്രവാദത്തിലും കൂടോത്രത്തിലുമൊക്കെ വിശ്വാസം തുടങ്ങി. ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ ഇതിനെ അഭിമുഖീകരിക്കുവാൻ, ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം കണ്ടെത്തിയ മാർഗം മന്ത്രവാദം, കൂടോത്രം. അതൊക്കെ ആദ്യം കുറച്ചൊക്കെ നടന്നു, വീട്ടുകാരൊക്കെ എതിർത്തു, പക്ഷെ ഫലമില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഇളയ മകൻ, ഒരു 10-24 വയസ്സ് കാണും, അവൻ തീക്ഷ്ണമതിയാണ്, തീവ്രതയാണ്. മാതാവിനോട് പ്രാർത്ഥന, ജപമാല, വിശ്വാസം, യൂത്തിൽ പ്രവർത്തിക്കുന്ന ഒരു തീക്ഷ്ണതയുള്ള ഒരു നല്ല മിടുക്കൻ പയ്യൻ. അവൻ ഇതിനെ എതിർത്തു, പക്ഷേ അപ്പൻ സമ്മതിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഈ മകൻ എല്ലാ ദിവസവും 6-7 ജപമാലയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കും. ഒരു ദിവസം ഇവൻ അറിയുന്നു, മന്ത്രവാദി ഇവന്റെ വീട്ടിലേക്ക് വരുന്നു. വീടിനു വേണ്ടി മന്ത്രം ചെയ്യാൻ, കൂടോത്രം ചെയ്യാൻ വീട്ടിലേക്ക് വരുന്നു. ഇവനാകെ ആദ്യം ഒന്ന് അസ്വസ്ഥനായി. എങ്കിലും ഇവൻ തീരുമാനിച്ചു, ഇല്ല, പരിശുദ്ധ അമ്മ എന്റെ കൂടെയുണ്ട്, എന്റെ കുടുംബത്തിലുണ്ട്, അതുകൊണ്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, മന്ത്രവാദി വന്നു വീടിന്റെ ഒരു വശത്ത്. ഇദ്ദേഹം മന്ത്രം തുടങ്ങി, കൂടോത്രം ആരംഭിച്ചു. ഈ സമയം തന്നെ ഈ മകൻ അവന്റെ മുറിയിൽ പ്രവേശിച്ച് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ ഒരു തിരിയൊക്കെ കത്തിച്ച് അവൻ മുട്ടുമേൽ നിന്ന് കരങ്ങൾ വിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സൈഡിൽ മന്ത്രവാദം നടക്കുന്നു, മറു സൈഡിൽ പരിശുദ്ധ അമ്മയോട് ഇവൻ മധ്യസ്ഥം വഹിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഇവൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന്റെ ശക്തിയാല് ഈ മന്ത്രവാദിക്ക് മന്ത്രം തുടരാൻ സാധിക്കുന്നില്ല, കൂടോത്രം തുടരാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കൈ വിറയ്ക്കുന്നു. അദ്ദേഹം മന്ത്രവാദമൊക്കെ നിർത്തി വീട്ടുനാഥനോട് പറഞ്ഞു, പിന്നെ ഒരവസരത്തിൽ ഞാൻ വരാം. ഹല്ലേലൂയ. വലതുകരമുയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ അന്ന് അദ്ദേഹം മന്ത്രവാദമൊക്കെ നിർത്തിപ്പോയി. വേറൊരു ദിവസം വരാം എന്ന് പറഞ്ഞു. മന്ത്രവാദിയും കൂടുതൽ ശക്തി ആർജിച്ച് മറ്റൊരു ദിവസം ഇതിനായി വന്നു. മന്ത്രം അവിടെ ആരംഭിച്ചു. ഇവൻ ഇപ്പുറത്തെ സൈഡിൽ ഇവന്റെ മുറിയിൽ ജപമാല ആരംഭിച്ചു. അന്നും മന്ത്രവാദിക്ക് മന്ത്രം തുടരാനായിട്ട് സാധിക്കുന്നില്ല, കൈ വിറയ്ക്കുന്നു. അദ്ദേഹത്തിന്റെ ക്രിയകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. മന്ത്രവാദി ഉടൻ തന്നെ കുടുംബനാഥനോട് പറഞ്ഞു,
ഈ ഭവനത്തിൽ എനിക്ക് മന്ത്രം ചെയ്യാൻ, കൂടോത്രം ചെയ്യാൻ സാധിക്കുന്നില്ല, ഞാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഉദ്യമം ഉപേക്ഷിച്ച് അദ്ദേഹം തിരിച്ചുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടം കൊണ്ടും തീരുന്നില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മന്ത്രവാദി രഹസ്യത്തിൽ ഇവനെ കണ്ടു. ഇവനോട് ചോദിച്ചു, ഞാൻ വർഷങ്ങളായി മന്ത്രവാദവും കൂടോത്രം ചെയ്യുന്നു, ഇതുവരെ ഉണ്ടാകാത്ത ഒരസ്വസ്ഥത നിന്റെ ഭവനത്തിൽ വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നു. എന്നോട് അപ്പൻ പറഞ്ഞു, നമ്മളിവിടെ മന്ത്രം ആരംഭിക്കുമ്പോൾ നീ ഇപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാകും അമ്മയോട്. ഈ മന്ത്രവാദി ചോദിച്ചു, ഇത്രമാത്രം നീ പ്രാർത്ഥിക്കുന്ന, എന്നെപ്പോലും അസ്വസ്ഥപ്പെടുത്തുന്ന ആ ദൈവം ആരാണ്? ആരോടാണ് നീ പ്രാർത്ഥിക്കുന്നത്? അവൻ ജപമാല എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് പരിശുദ്ധ അമ്മ. അമ്മയോടുള്ള ഭക്തി, ജപമാല, ഇതിലാണ് ഞാൻ ആശ്രയിക്കുന്നത്, ഇതിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഇതാണ് എന്റെ ശക്തി, ഇതാണ് എന്റെ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ആ മന്ത്രവാദി ഇന്നും ഒരു പരസ്യ മാതാവിന്റെ വണക്കം ഉള്ളയാളല്ല, രഹസ്യ ശിഷ്യനായിട്ട്, പരിശുദ്ധ അമ്മയുടെ ഒരു രഹസ്യ ശിഷ്യനായി ജപമാല ചൊല്ലി, മന്ത്രവും കൂടോത്രമൊക്കെ നിർത്തി ജപമാല ചൊല്ലി ജീവിക്കുന്ന ഒരു മനുഷ്യനായി അദ്ദേഹം ജീവിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ജപമാലയ്ക്ക് ഒരുപാട് ശക്തിയുണ്ട്, ഒരുപാട് അഭിഷേകമുണ്ട്. വിശുദ്ധ പാദ്രിയോ പിയോ ഇങ്ങനെ പറയും. ഒരിക്കൽ ഈ പാദ്രിയോ പിയോട് ചോദിച്ചു, എന്തിനാണ് ഇത്രമാത്രം ജപമാല ചൊല്ലുന്നത്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇത് എന്റെ ഒരു ആയുധമാണ്, ജപമാല എന്റെ ഒരു ആയുധമാണ് എന്നാണ് വിശുദ്ധ പാദ്രിയോ പിയോ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആയുധം നമ്മുടെ കരങ്ങളിലും ഉണ്ടാവണം, നമ്മിലും ഈ ആയുധം ഉണ്ടാകണം. ഇത് വലിയ സുരക്ഷിതത്വം, സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം അതിങ്ങനെയാണ്. മദർ തെരേസ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണ്. കൂടെ ഒരു സിസ്റ്ററുമുണ്ട്. ഇവര് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ജപമാല ചൊല്ലി തുടങ്ങി. ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അടുത്ത് ഒരു പ്രൊട്ടസ്റ്റന്റ് യുവാവിരിപ്പുണ്ട്. അവനോട് ചോദിച്ചു, നിനക്ക് ഈ ജപമാല വേണോ? അവൻ പറഞ്ഞു, ഞാനൊരു പ്രൊട്ടസ്റ്റന്റുകാരനാണ്, അമ്മ തന്നാൽ ഞാൻ മേടിച്ചുകൊള്ളാം. ഏതായാലും അമ്മ കൊടുത്ത ജപമാല അവൻ മേടിച്ചു. ഇവൻ അത് പോക്കറ്റിലിട്ടു. അവനും ഫ്ലൈറ്റ് ഇറങ്ങി വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോഴാണ് അറിയുന്നത്, അവന്റെ ഇളയമ്മ, അമ്മയുടെ അനുജത്തി, സുഖമില്ലാതെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഈ ഇളയമ്മയെ കാണാൻ ഈ സഹോദരൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഇളയമ്മയോട് ഈ സാഹചര്യം, ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞു. മദർ തെരേസ ഈ ജപമാല തന്ന കാര്യം. ആ സഹോദരിയുടെ ശരീരത്തിന്, എനിക്ക് തോന്നുന്ന തലയിലാണെന്ന് തോന്നുന്നു, ഒരു ട്യൂമർ, ഒരു മുഴയുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ട്രീറ്റ്മെന്റിനായി ഹോസ്പിറ്റലിൽ ചെന്നിരിക്കുന്നത് ഈ ഇളയമ്മ. ഈ ഇളയമ്മയ്ക്ക് ഈ ജപമാല കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മദർ തെരേസ തന്നതാണ്, അമ്മ തന്ന കൊന്തയാണ്. ഈ സഹോദരിയും ഒരു പ്രൊട്ടസ്റ്റന്റാണ്. അവൾക്ക് അറിയാവുന്നതുപോലെയൊക്കെ ഈ ജപമാല ഉപയോഗിച്ച് അവൾ പ്രാർത്ഥിച്ചു. സ്നേഹമുള്ളവരെ, 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സ്കാനിംഗ് ഉണ്ടായിരുന്നു. ആ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ അവളുടെ ശരീരത്തിൽ നിന്ന് ആ മുഴ അപ്രത്യക്ഷമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാർത്ത ഹോസ്പിറ്റൽ മുഴുവൻ നിറഞ്ഞു. ആൾക്കാര് ഈ ജപമാലയ്ക്ക് വേണ്ടി പിടിവലിയായി. അങ്ങനെ പലരും ഈ ജപമാല ഉപയോഗിച്ച് വലിയ സൗഖ്യ അനുഭവത്തിലേക്ക് വന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹമുള്ളവരെ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നു, എന്റെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ജപമാല കൂടെയുണ്ടായിരുന്നു. എത്രയോ ഉത്കണ്ഠകളാണ് ഞാൻ അതിൽ അർപ്പിച്ചത്. എല്ലായ്പ്പോഴും എനിക്ക് ആശ്വാസം ലഭിച്ചു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുകയാണ്, എന്റെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ജപമാല കൂടെയുണ്ടായിരുന്നു.
എന്റെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ജപമാല കൂടെയുണ്ടായിരുന്നു. എത്രയോ സങ്കടങ്ങള്, എത്രയോ വേദനകള്, എത്രയോ നൊമ്പരങ്ങള് ഞാൻ ജപമാലയിൽ അർപ്പിച്ചു. അപ്പോഴെല്ലാം എനിക്ക് വലിയ ആശ്വാസം ലഭിച്ചു. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ച് കേൾക്കണേ. മാർപ്പാപ്പ പറയുന്നു, വിശുദ്ധൻ പറയുന്നു, എന്റെ ജീവിതത്തിന്റെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ജപമാല കൂടെയുണ്ടായിരുന്നു. എത്രയോ സങ്കടങ്ങളാണ് ഈ ജപമാലയിലേക്ക് ഞാൻ സമർപ്പിച്ചത്. എന്റെ സങ്കടങ്ങളും വേദനകളും ഈ ജപമാലയിലേക്ക് സമർപ്പിച്ചപ്പോൾ എല്ലായ്പ്പോഴും വലിയ ആശ്വാസം ലഭിച്ചു എന്ന് മാർപ്പാപ്പ സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ സ്നേഹമുള്ളവരെ, നമ്മുടെ വേദനകളും നൊമ്പരങ്ങളുമൊക്കെ ഈ ജപമാലയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും, അടയാളങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. കോട്ട ആശ്രമത്തിലായിരുന്നപ്പോൾ പ്രാർത്ഥിക്കാൻ വന്ന ഒരു കുടുംബം വിവാഹം കഴിഞ്ഞ് 7 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഉദരശിശുവിനെ ലഭിക്കുന്നത്. ഇതിനു മുൻപ് പലപ്പോഴും അവൾ ഗർഭിണിയായിട്ടുണ്ട്, പക്ഷെ അബോർഷനായി പോയി. ഈ പ്രാവശ്യം ഏകദേശം 6 മാസമായി സ്കാനിംഗ് എടുത്തപ്പോൾ അറിയുന്നു, ഈ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് അത് നിന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം നിന്നു. ഇനി എത്രയും പെട്ടെന്ന് അബോർഷൻ ചെയ്യണം. അവിടെ വരുന്നതിന്റെ പിറ്റേ ദിവസമാണ് ഒരു സ്കാനിംഗ് ഉണ്ട്. ആ സ്കാനിങ്ങിലും വ്യത്യാസമില്ലെങ്കിൽ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണം. വിവാഹം കഴിഞ്ഞ് 6-7 വർഷത്തിന് ശേഷമാണ് ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു പ്രഗ്നൻസി. അവരങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നത്. അപ്പനും അമ്മയും മകളും മോനും അവരോട് പറഞ്ഞു, പേടിക്കേണ്ട, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക, അമ്മയെ വിളിച്ച് അപേക്ഷിക്കുക. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവളാണ് പരിശുദ്ധ അമ്മ. ഒരു ജപമാല വെഞ്ചരിച്ചു കൊടുത്ത് മാതാവിന്റെ ഒരു ഗ്രോട്ടോയുണ്ട്, അവരെ അവിടേക്ക് വിട്ടു. അവര് ആ ഗ്രോട്ടയുടെ മുൻപിൽ പോയിരുന്ന് പരിശുദ്ധ അമ്മയുടെ സന്നദ്ധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെയിരുന്ന് മാതാവിന്റെ ആ രൂപത്തിന്റെ മുൻപിലിരുന്ന് ആ കുടുംബം ഒന്നു ചേർന്ന് 9 ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, അപ്പോഴേക്കും അവളുടെ ഭയത്തിന്റെ മേഖല വിട്ടുമാറി. ആ കുടുംബത്തിന്റെ ഭയത്തിന്റെ മേഖല വിട്ടുമാറി. വലിയ സന്തോഷത്തോടെ അവർ തിരിച്ചു വന്നു. വീണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആദ്യത്തെ അത്ഭുതം, അവരിലുള്ള ഭയങ്ങൾ വിട്ടുമാറി. പിറ്റേ ദിവസം ആ കുടുംബം സ്കാനിങ്ങിനായി ഹോസ്പിറ്റലിൽ ചെന്നു. സ്കാനിങ് ചെയ്തു. പ്രിയമുള്ളവരെ, സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ ആ കുഞ്ഞിന്റെ ഹാർട്ട് പൂർവാധികം ശക്തിയോടെ ഇടിക്കാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, 9 മാസം കഴിഞ്ഞപ്പോൾ ആരോഗ്യമുള്ള, ഒരു കുറവുമില്ലാത്ത ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ആ സഹോദരിക്ക് സാധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡോക്ടർ ചോദിച്ചു, രണ്ടാമത്തെ സ്കാനിംഗ് ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്നെ കാണിക്കാതെ ഞാൻ തരാത്ത മരുന്നല്ലാതെ എന്തു മരുന്നാ നിങ്ങൾ കഴിച്ചത്? കാരണം എന്റെ സ്കാനിംഗ് റിപ്പോർട്ട് വെച്ച് കൊച്ചിന്റെ ഹാർട്ട് ബീറ്റ് ഏകദേശം തീർന്നു. ഇനി അബോർഷനാണ് മുൻപിലുള്ള മാർഗം. ഇതിനിടയിൽ നിങ്ങൾ എന്തു മരുന്ന് കഴിച്ചു? ഏതു ഡോക്ടറെ കണ്ടു? അവര് പറഞ്ഞു, വേറെ ഡോക്ടറെയൊന്നുമല്ല, പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്കാ ഞങ്ങൾ പോയത്. മറ്റു ഡോക്ടർമാരുടെ അടുക്കലല്ല, പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്കാണ് ഞങ്ങൾ പോയത്. അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു, ഞങ്ങൾ പ്രാർത്ഥന സ്വീകരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേക പരിപാലന, പ്രത്യേക സംരക്ഷണം നമുക്ക് ലഭിക്കുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ കാര്യം മറക്കരുത്. എന്റെ ജീവിതത്തിന്റെ ഏതവസ്ഥയിലും ജപമാല കൂടെയുണ്ടായിരുന്നു. ഈ ജപമാലയിലാണ് ഞാൻ എല്ലാം സമർപ്പിച്ചത്. എല്ലായ്പ്പോഴും എനിക്ക് ആശ്വാസം ലഭിച്ചു. നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ പ്രയാസങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും, രോഗങ്ങളുണ്ടാകും, പ്രശ്നങ്ങൾ കടന്നു വരും. നിരാശപ്പെടരുത്, അസ്വസ്ഥപ്പെടരുത്. അമ്മയിൽ ആശ്രയിക്ക്, ജപമാലയിൽ ആശ്രയിക്ക്, ഉപേക്ഷിക്കില്ല. ലയോ 13 മാർപ്പാപ്പ പറയുന്ന കാര്യം ഇതാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച്, ജപമാലയെക്കുറിച്ച് ലയോ 13 മാർപ്പാപ്പ പറയുന്നു, സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന തിന്മകൾക്കെതിരായ ഏറ്റവും ഫലപ്രദമായ ആയുധം ജപമാലയാണ്. ഹല്ലേലൂയ. സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന തിന്മകൾക്കെതിരായ ഏറ്റവും ഫലപ്രദമായ ആയുധം എന്താണ്? ജപമാലയാണ്.
സമൂഹത്തെ, വ്യക്തികളെ, കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന തിന്മകൾക്കെതിരായ ഏറ്റവും ശക്തമായ ആയുധം എന്താണ്? ജപമാലയാണ്. സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന, വ്യക്തി ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന, കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന തിന്മയ്ക്ക് എതിരായിട്ടുള്ള, അതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ, തിന്മകള്, ദുശീലങ്ങള്, തടക്കദോഷങ്ങള്, ഇതിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ള ഏറ്റവും നല്ല ആയുധം എന്താണ്? ജപമാലയാണ്. ഹല്ലേലൂയ. അത് തന്നെ വിശുദ്ധ പാദ്രി പിയോ പറഞ്ഞത്. ജപമാല ഒരു ആയുധമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, ജീവിതയാത്രയിൽ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, നമ്മളെ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എല്ലാം ഈ ജപമാല അത് കയ്യിലുണ്ടാവണം. അതൊരായുധമാണ്. സംരക്ഷണം നൽകുന്ന, പരിപാലനം നൽകുന്ന ഒരായുധമാണ്. ഹല്ലേലൂയ. സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന തിന്മയ്ക്കെതിരായ ഏറ്റവും ഫലപ്രദമായ ആയുധം, സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന, വ്യക്തി ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന, കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന തിന്മകൾക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് ജപമാല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറൊരു കുടുംബത്തെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. നല്ല കുടുംബമായിരുന്നു. പക്ഷേ ചില സാഹചര്യത്തിൽപ്പെട്ട്, കൂട്ടുകാരുടെ വലയത്തിൽപ്പെട്ട് ആ കുടുംബനാഥൻ മദ്യപാനിയായി, മുഴുമദ്യപാനി. മദ്യപിച്ച് വീട്ടിൽ വരും, ബഹളമായി, വഴക്കായി, മകളുടെ വിവാഹപ്രായമായി. പ്രിയമുള്ളവരെ, ഈ മദ്യപിച്ചു വരുന്ന കുടുംബത്തിന്റെ സൽപ്പേര് തന്നെ നഷ്ടപ്പെട്ടു. മദ്യപാനം മാത്രമല്ല, മയക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അടിമയായി. ഈ മകളുടെ വിവാഹവും നടക്കുന്നില്ല. അപ്പോൾ കൂടുതൽ കുടി തുടങ്ങി. കുടിച്ച് വീട്ടിൽ വന്ന് ഭാര്യയ്ക്കും മക്കൾക്കും വീട്ടിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥയായി. മക്കളെ ഉപദ്രവിക്കാൻ തുടങ്ങി, ഭാര്യയെ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് മകളും അമ്മയും വീട്ടിലുള്ള 1-2 പേരും കൂടെ പ്രാർത്ഥിക്കാൻ വരുന്നത്. അവരോട് പറഞ്ഞു, പേടിക്കണ്ട, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചോ. ഒരു കുടുംബത്തിന്റെ വേദനകളും നൊമ്പരങ്ങളും, ഒരമ്മയുടെ വേദനയും നൊമ്പരങ്ങളും, ഒരു മകളുടെ നൊമ്പരങ്ങളും വേദനകളും ഒക്കെ മറ്റാരേക്കാൾ കൂടുതൽ ഒരമ്മയ്ക്കറിയാം. അതും പരിശുദ്ധ അമ്മയ്ക്ക്. അമ്മയോട് അപേക്ഷിച്ചോളാൻ പറഞ്ഞു. ഈ കുടുംബത്തോട് ചോദിച്ചു, അപ്പൻ എപ്പോഴാ മദ്യപിക്കാൻ പോകുന്നത്? പറഞ്ഞു, പറമ്പിൽ പണിയൊക്കെ കഴിഞ്ഞ് സന്ധ്യ മയങ്ങാറാകുമ്പോഴേക്കും ടൗണിലേക്ക് പോകും. പിന്നെ വരുമ്പോൾ ഒരു 9:30-10 മണിയാവും. കുടിച്ച് ബഹളവും ഉണ്ടാക്കിയ വരുന്നത്. ഞാൻ പറഞ്ഞു, ആ മനുഷ്യൻ, നിങ്ങളുടെ ഭർത്താവ് മദ്യപിക്കാനായി പുറത്തേക്ക് പോകൂലോ, ആ സമയത്ത് അമ്മയും മക്കളും കൂടെ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്ക്. അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേറെ ആശ്രയമില്ല. ഈ തിന്മയിൽ നിന്ന് എന്റെ ഭർത്താവിനെ, എന്റെ അപ്പനെ മോചിപ്പിക്കണം. ഞങ്ങൾക്ക് മറ്റാശ്രയമില്ല അമ്മേ. അമ്മയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവളാ നമ്മുടെ അമ്മ. അതുകൊണ്ട് അമ്മയിൽ വിശ്വാസം അർപ്പിച്ച് കരങ്ങൾ ഉയർത്തി അമ്മയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അമ്മ ഉപേക്ഷിക്കില്ല, അമ്മ ഉപേക്ഷിക്കില്ല. നിങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചോ, അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിച്ചോ, കരങ്ങൾ ഉയർത്തി, അമ്മേ മാതാവേ, എനിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അമ്മയെ സ്വീകരിക്കണേ എന്ന് അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, അപ്പൻ പിറ്റേ ദിവസം മദ്യപിക്കാനായി ടൗണിലേക്ക്, അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നു. അപ്പൻ ഇറങ്ങിയ പാടെ അമ്മയും മക്കളും ജപമാല കയ്യിലെടുത്തു. പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുൻപിൽ മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവർ നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൻ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൻ നടന്ന് ടൗണിലേക്ക് പോകുമ്പോൾ ആ ഇടവകയിലെ വികാരി അച്ഛന് നടക്കാൻ പോകുന്ന ശീലമുണ്ട്. നടപ്പ് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് ഈ മനുഷ്യന്റെ മുന്നിൽപ്പെട്ടു. സാധാരണ രീതിയിൽ അച്ഛനെ കണ്ടാൽ ഇദ്ദേഹം ഓടി രക്ഷപ്പെടുന്നതാ. ഇന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല, അച്ഛന്റെ മുന്നിൽ വന്നുപെട്ടു. ഹല്ലേലൂയ. ഈ കുടുംബത്തിന്റെ ചരിത്രം മുഴുവൻ വികാരി അച്ഛൻ അറിയാം. അച്ഛനെ കണ്ടു, അച്ഛൻ സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അച്ഛന്റെ കൂടെ അദ്ദേഹവും നടന്നു. അദ്ദേഹം നടന്ന് അച്ഛൻ പറഞ്ഞു, ഏതായാലും വന്നതല്ലേ, നമുക്ക് പള്ളിമുറിയിലേക്ക് നടക്കാം. അച്ഛന്റെ കൂടെ ഇദ്ദേഹം ഒരു വിശേഷമൊക്കെ പറഞ്ഞ് അദ്ദേഹം സന്തോഷത്തോടെ, മറ്റ് പ്രയാസങ്ങളൊക്കെ മാറി, അച്ഛൻ പിടിക്കപ്പെട്ട, അച്ഛന്റെ കാര്യങ്ങളിലായിപ്പോയല്ലോ, അച്ഛൻ കണ്ടല്ലോ, ആ പ്രയാസങ്ങളൊക്കെ മാറി, ഓരോരോ നാട്ടുവിശേഷങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അച്ഛനും ഇദ്ദേഹവും കൂടെ നടന്ന് പള്ളിമുറിയുടെ അടുക്കളെത്തി. പള്ളിമുറി നടന്നിന്ന് വർത്തമാനം തുടങ്ങി. അപ്പോഴേക്ക് സന്ധ്യ മയങ്ങി. കപ്പിയാര് സന്ധ്യമണി അടിച്ചു. സന്ധ്യമണി അടിച്ച പാടെ വികാരി അച്ഛൻ പറഞ്ഞു, ഇതേ സന്ധ്യമണി അടിച്ചു, നമുക്ക് കർത്താവിന്റെ മാലക ചെല്ലിയാലോ. ചല്ല അച്ഛ, അല്ലാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ. ഉടനെ അച്ഛന്റെ കൂടെ കപ്പിയാരും ഈ സഹോദരനും കൂടെ പള്ളിയിലേക്ക് പ്രവേശിച്ചു.
അവിടെ പള്ളിയിൽ കയറി കർത്താവിന്റെ മാലാഖ ചൊല്ലി. കർത്താവിന്റെ മാല ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അച്ഛനൊരു പ്രചോദനം. അച്ഛൻ ചോദിച്ചു, ചേട്ടാ നമുക്കൊരു ജപമാല അങ്ങ് ചൊല്ലിയാലോ? നമുക്കൊരു ജപമാല അങ്ങ് ചൊല്ലിയാലോ? ഹല്ലേലൂയ. ഒരു 3 ഹല്ലേലൂയ പറഞ്ഞേ. ഈ മനുഷ്യൻ അറിയാതെയോ അറിഞ്ഞോ പറഞ്ഞോ ചെല്ലാമച്ച, വേറെ നിവൃത്തിയില്ലല്ലോ. അവര് പരിശുദ്ധ അമ്മയുടെ രൂപം വെച്ചിട്ടുണ്ട്. അവിടേക്ക് ചെന്നു. അവിടെ നിന്ന് അവർ ജപമാല ആരംഭിച്ചു. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ രഹസ്യം അച്ഛൻ ചൊല്ലി, നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി, പരിശുദ്ധ മറിയമ്മേ ചെല്ലുന്ന സമയത്ത് ഈ മനുഷ്യൻ പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണു നിറഞ്ഞു. പരിശുദ്ധ അമ്മ എന്നെ നോക്കുന്നു, എന്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നു. അദ്ദേഹം അറിയാതെ തന്നെ കണ്ണു നിറഞ്ഞൊഴുകി. അദ്ദേഹം പ്രാർത്ഥന തുടരുന്നു. 2-ാം രഹസ്യം ഈ മനുഷ്യൻ തന്നെ ചൊല്ലി. 3-ാം രഹസ്യം ചൊല്ലിക്കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം പൊട്ടിക്കരയാൻ തുടങ്ങി. വികാരിച്ചൻ ചോദിച്ചു, എന്തുപറ്റി? അദ്ദേഹം പറഞ്ഞു, അച്ഛാ എനിക്ക് കുമ്പസാരിക്കണം. അച്ഛൻ പറഞ്ഞു, 3 രഹസ്യമല്ലേ ആയുള്ളൂ, 5 രഹസ്യം കഴിയട്ടെ, ഞാൻ കുമ്പസാരിപ്പിക്കാം. 2 രഹസ്യം കൂടെ ചൊല്ലിയിട്ട് നമുക്ക് കുമ്പസാരിക്കാം. വീണ്ടും 4-ാം രഹസ്യം ചൊല്ലി. പ്രിയമുള്ളവരെ, 4-ാം രഹസ്യം പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ മനുഷ്യൻ വായിട്ട് പൊട്ടിക്കരഞ്ഞു. അച്ഛനോട് പറഞ്ഞ, അച്ഛാ എനിക്ക് ഇപ്പോൾ കുമ്പസാരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ചങ്കു പൊട്ടി മരിക്കും. അച്ഛൻ ചോദിച്ചു, എന്തു പറ്റി? എന്റെ അമ്മ, പരിശുദ്ധ അമ്മ എന്റെ പോരായ്മകളെല്ലാം എന്നൊക്കെ കാണിച്ചു തന്നു. അമ്മ എന്നോട് പറയുന്നു, മകനെ കുമ്പസാരിക്ക്, എനിക്ക് ഈ നിമിഷം കുമ്പസാരിക്കണം. പ്രിയമുള്ളവരെ, ഇതാ ദേവാലയത്തിൽ വികാരി അച്ഛനും ഈ മനുഷ്യൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. വീട്ടിൽ അമ്മയും മക്കളും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഈ 2 ജപമാലകളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി യേശു കരങ്ങളിലേക്ക് ചെന്നു. യേശുവിടെ അത്ഭുതം പ്രവർത്തിച്ചു. മാനസാന്തരമുണ്ടായി. ആ മകൻ നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു കുമ്പസാരം നടത്തി മാനസാന്തരപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം ഇന്ന് നയിക്കുന്നു. ഹല്ലേലൂയ. ലയോ 13 മാർപ്പാപ്പ പറഞ്ഞു, സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന തിന്മയ്ക്കെതിരായ ഏറ്റവും ശക്തമായ ആയുധം ജപമാലയാ. പ്രിയമുള്ളവരെ, വ്യക്തി ജീവിതത്തിൽ തിന്മകളുണ്ടോ? കുടുംബത്തിൽ, സമൂഹത്തിൽ തിന്മകളുണ്ടോ? ജപമാല കയ്യിലെടുക്കുക. വലിയ ശക്തിയാ, വലിയ അഭിഷേകവാ. ഹല്ലേലൂയ. 2 കരങ്ങൾ നമുക്ക് യേശുവിലേക്ക് ഉയർത്തി അമ്മയെ മനസ്സിൽ ഓർക്കാം. എന്റെ അമ്മ, പരിശുദ്ധ അമ്മ, എന്റെ അമ്മയെ മാതാവേ, എനിക്ക് വേണ്ടി തിരുസന്നതിയിൽ, യേശുവിന്റെ സന്നദ്ധിയിൽ ശക്തമായ മധ്യസ്ഥം വഹിക്കുന്ന അമ്മയെ മാതാവേ, എന്റെ തിന്മയ്ക്കെതിരായിട്ട്, എന്റെ കുടുംബത്തിലെ തിന്മകൾക്കെതിരായിട്ട്, സമൂഹത്തിലെ തിന്മകൾക്കെതിരായിട്ട് അമ്മ മധ്യസ്ഥം വഹിക്കുന്നുവണ്ടല്ലോ. അമ്മയെ മാതാവേ, എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി ഈ നിമിഷം മധ്യസ്ഥം വഹിക്കണേ. ഒന്ന് ചേർന്ന് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എല്ലാവരും പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ വീണ്ടും ഇങ്ങനെ പറഞ്ഞു വെച്ചു, ജപമാല ചൊല്ലുക എന്ന് പറഞ്ഞാൽ യേശുവിലേക്കും മാതാവിലേക്കും നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുകയാണ്. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ പറഞ്ഞതാണ്, ജപമാല ചൊല്ലുക എന്ന് പറഞ്ഞാൽ യേശുവിലേക്കും മാതാവിലേക്കും നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ജപമാല ചൊല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഭാരങ്ങൾ യേശുവിലേക്കും മാതാവിലേക്കും നമ്മുടെ പ്രയാസങ്ങൾ, ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കുക. അപ്പൊ പ്രിയമുള്ളവരെ ഓർക്കുക, ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അറിയാതെ തന്നെ
ഞാൻ ജപമാല ചൊല്ലുമ്പോൾ അമ്മയുടെ മധ്യസ്ഥം തേടി ജപമാല ചൊല്ലി നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയമുള്ളവരെ ഓർക്കണേ, എന്റെ ഹൃദയത്തിന്റെ, ശരീരത്തിന്റെ, മനസ്സിന്റെ വേദനകളും നൊമ്പരങ്ങളും യേശു കരങ്ങളിലേക്ക്, അമ്മയുടെ കരങ്ങളിലേക്ക് ഞാൻ ഇറക്കി വെക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ജപമാല ചൊല്ലാൻ നമ്മൾ മടിക്കരുത്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. അതൊരു ആയുധമാണ്. ഞാൻ ജപമാല ചൊല്ലുമ്പോൾ ഓർക്കണം, എന്റെ മനസ്സിലെ, ശരീരത്തിലെ, ഹൃദയത്തിലെ ഭാരങ്ങളൊക്കെ ഞാൻ യേശുവിലേക്ക് ഇറക്കുകയാ, പരിശുദ്ധ അമ്മയിലേക്ക് ഇറക്കി വെക്കുകയാ, ഞാൻ സമാധാനം പ്രാപിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ.